നമസ്കാരം. നോ എഡിറ്റിലേക്ക് സ്വാഗതം. BJPക്ക് വേണ്ടി പ്രധാന പ്രചാരകരാകുന്നത് ഫേസ്ബുക്ക് ആണ് എന്നത് കാലങ്ങളായുള്ള ആക്ഷേപമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ട് ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനിയായ മെറ്റ നടത്തിയ ഇടപെടലിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. വിദ്വേഷ പ്രചരണം നടത്താൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെയാണ് മെറ്റ അതെല്ലാം ലംഘിച്ചുകൊണ്ട് 14ഓളം പ്രകോപനപരമായ പരസ്യങ്ങൾക്ക് അനുമതി നൽകിയത്. മണിപ്പൂരിനെ കുറിച്ചോ ഗസയെക്കുറിച്ചോ ഒരു വരിയെങ്കിലും ഫേസ്ബുക്കിൽ കുറിച്ചാൽ അപ്പോൾ തന്നെ ആ അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിക്കുകയും ആ പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്യുന്ന ഫേസ്ബുക്ക് പണം വാങ്ങിയാണ് ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണത്തിന് രാജ്യത്ത് ചുക്കാൻ പിടിച്ചത്. രാജ്യത്തെ മുസ്ലിം ജനവിഭാഗങ്ങളെ മോശമായി പരാമർശിക്കുന്ന പരസ്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ജനങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത്. രാമക്ഷേത്രം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ ആക്രമിക്കുന്നതായിരുന്നു ഒരു പരസ്യം. ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ഇവർ ചുട്ടരിക്കപ്പെടണമെന്നാണ് ആ പരസ്യത്തിൽ ചൂണ്ടിക്കാണിച്ചത്. മറ്റൊരു AI നിർമ്മിത പരസ്യത്തിൽ പ്രതിപക്ഷ നേതാക്കൾ പാകിസ്ഥാൻ പതാകക്കരികിൽ നിൽക്കുന്നതായാണ്, അതും വ്യാജമായി നിർമ്മിച്ചവ. ഈ പരസ്യങ്ങളെല്ലാം നിർമ്മിച്ചത് ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി, കന്നഡ ഭാഷകളിലാണ്. ദക്ഷിണേന്ത്യയിൽ കർണാടക മാത്രമേ അപ്പോൾ BJP ലക്ഷ്യം വെച്ചിട്ടുള്ളൂ. AI ഉള്ളടക്കങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കാൻ മെറ്റയ്ക്ക് കൃത്യമായ നിയമവും സംവിധാനങ്ങളും ഉണ്ടായിട്ടും അതൊക്കെയും മറികടന്നാണ് BJP സ്പോൺസർ ചെയ്ത പരസ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചത്. ഇന്ത്യ സിവിൽ വാച്ച് ഇന്റർനാഷണലും കോർപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റി ടീമായ ഇക്കോയും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുള്ള പരസ്യങ്ങളെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഒരു വാക്കിലും 5 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ദൃശ്യത്തിൽ പോലും കണിശത പാലിക്കുന്ന ഫേസ്ബുക്ക് BJPക്ക് വേണ്ടി നിർബാധം സഹായം നൽകുകയാണ്. നേരത്തെ തന്നെ പൊളിറ്റിക്കൽ പരസ്യങ്ങൾ തുച്ഛമായ നിലയ്ക്ക് BJPക്ക് നൽകാൻ തയ്യാറായ ഫേസ്ബുക്ക് നടപടിയെക്കുറിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 22 മാസത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഒരു മാസം 50 ലക്ഷം രൂപയാണ് പരസ്യത്തിനായി ഫേസ്ബുക്കിൽ മാത്രം BJP ചെലവഴിച്ചത്. പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെയും കർഷക സമരത്തിന്റെയും വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാതിരിക്കാനും അതേസമയം BJPയുടെ വർഗീയ പ്രചരണം വലിയ തോതിൽ ജനങ്ങളിൽ എത്തിക്കാനും ഫേസ്ബുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ആരോഗ്യകരമായ ജനാധിപത്യ പ്രക്രിയയുടെ മരണമണി ഇന്ത്യയിൽ മുഴങ്ങുകയാണോ എന്ന ആശങ്കയാണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പങ്കുവെക്കപ്പെടുന്നത്. ദില്ലിയിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്തയും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ 5 ഘട്ടങ്ങൾ പിന്നിട്ടപ്പോഴേക്കും പാർലമെന്റ് മന്ദിരം ഉൾക്കൊള്ളുന്ന സെൻട്രൽ വിസ്റ്റയുടെ സെക്യൂരിറ്റി ചുമതലയിൽ വലിയ മാറ്റങ്ങൾ വരുന്നു എന്നാണ് റിപ്പോർട്ട്. 1400ഓളം വരുന്ന CRPF ഭടന്മാരെ പാർലമെന്റ് സെക്യൂരിറ്റി ചുമതലയിൽ നിന്ന് ഒഴിവാക്കി പകരം 3300 CISF ഭടന്മാരെ പാർലമെന്റ് കോംപ്ലക്സിന്റെ സുരക്ഷാ ചുമതല ആഭ്യന്തര മന്ത്രാലയം ഏൽപ്പിച്ച അസാധാരണ നടപടികളെക്കുറിച്ചുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അസാധാരണത്വങ്ങൾ നിറഞ്ഞ കാലാവസ്ഥ ഓൺലൈനിലും ഓഫ്ലൈനിലും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് സംജാതമായിരിക്കുന്നു എന്നയിടത്താണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയം എത്തി നിൽക്കുന്നത്.